നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾക്ക് 2 ചാനലുണ്ട്. അപ്പോൾ രണ്ടിലും പരസ്പരം പറയും, ഞങ്ങൾ സഹോദരങ്ങളാണല്ലോ. സുഭാഷിതം ഡിജിറ്റൽ ചാനൽ, അതുപോലെ തന്നെ ഗ്ലോബൽ മലയാളി ന്യൂസ്, രണ്ടും ഡിജിറ്റൽ ചാനലാണ്, യൂട്യൂബാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ ആളുകൾ വരിക, സംഭാവന തരിക, വിഷയങ്ങൾ കാണുക, പ്രചരിപ്പിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയങ്ങൾ ഞങ്ങൾ അറിയിക്കുകയും ചെയ്യുക. ഞാനിന്നൊരു വളരെ കൗതുകമുള്ളൊരു കാര്യമാണ് പറയുന്നത്. നമ്മുടെ ഡോക്ടർ തോമസ് ഐസക് മാഷിന് എന്ത് പറ്റി? ഞാൻ മാഷ് എന്നാണ് വിളിക്കുന്നത്. മാഷിന് എന്ത് പറ്റി? മാഷ് ഈ ശരാശരി രാഷ്ട്രീയക്കാരൻ വർത്താനം പറയും പോലെ മാഷ് വർത്താനം പറയരുത്. മാഷ് ഒരുപാട് അബദ്ധം പറയാറുണ്ട്. മാഷ് നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു, അത് ഭയങ്കര വൈറലാണ്. മാഷ് ചോദിച്ചു, പി ചിദംബരവും ചോദിച്ചു. നമ്മുടെ ഡിജിറ്റൽ പരിപാടി വന്ന മാർക്കറ്റിങ്ങും ഡിജിറ്റൽ പേയ്മെൻറ്റ് വന്നപ്പോൾ, പ്രത്യേകിച്ച് ജിപേ, ഫോൺ പേ, അതുപോലെ തന്നെ ഇ-പേ, ഇങ്ങനെ കുറേ പേ പിടിച്ച പരിപാടികൾ വന്നല്ലോ ഇന്ത്യയിൽ. അത് വന്നപ്പോൾ നിങ്ങൾ രണ്ടുപേരും, ചിദംബരം പാർലമെൻറ്റ് ചോദിച്ചളഞ്ഞു, രാജ്യസഭയിൽ ചോദിച്ചളഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾ തോമസ് ഐസക് സാർ എല്ലാ ചാനലുകളോടും ചോദിച്ചു കളഞ്ഞു. ഇവിടുത്തെ ലക്ഷക്കണക്കിന് വരുന്ന, കോടിക്കണക്കിന് വരുന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും കർഷകരും കർഷക തൊഴിലാളികളും വീട്ടമ്മമാരും അടങ്ങുന്ന കോടാനുകോടി വരുന്ന ജനങ്ങൾക്ക് എന്ത് ഡിജിറ്റൽ പേയ്മെൻറ്റ്? ഇത് ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ശാസ്ത്രഗതി ലേഖനം എഴുതി. നിങ്ങൾ ഈ സമൂഹത്തിൽ ആകെ വലിയ പിളർപ്പുണ്ടാക്കാൻ ശ്രമിച്ചു. കമ്പ്യൂട്ടർ വന്നപ്പോഴും ചെയ്തു, അത് വേറെ ന്യായമാണ്. ഓട്ടെ, കമ്പ്യൂട്ടർ വന്നാൽ ഒരുപാട് ആളുകളുടെ ജോലി പോകും എന്നുള്ള ന്യായം വെച്ചുകൊണ്ട് പറഞ്ഞാൽ അതിനെ അന്ന് CPM-ന്റെ ആളുകൾ പറഞ്ഞപ്പോൾ നമുക്ക് അംഗീകരിക്കാം. അപ്പോൾ കുറച്ച് പേരുടെ ജോലി പോകുമായിരിക്കും. പക്ഷേ എന്നാൽ ഇവിടെ ആരുടെയെങ്കിലും ജോലി പോകുന്നതാണോ? ഇവിടെ ഈ വിഷയത്തിൽ ഡിജിറ്റൽ പേയ്മെന്റ് വന്നപ്പോൾ നിങ്ങൾ ഒരു തള്ളി ഐസക് മാഷ്. എന്താ പറഞ്ഞത്? ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന ദരിദ്ര നാരായണന്മാർ ഡിജിറ്റൽ പേയ്മെന്റിന്റെ വെളിയിലോട്ട് പോകും. ഒരു ഡിജിറ്റൽ ഡിവൈഡ് വരും. മോഡി ഇതാ സമ്പന്നന് വേണ്ടി ഇതുണ്ടാക്കി. എൻ്റെ പൊന്ന് മാഷേ, മാഷ് ഈ ജനങ്ങളിൽ ജീവിക്കുന്ന ആളാണല്ലോ. ഈ സെക്രട്ടേറിയറ്റിലും അല്ലെങ്കിൽ AK സെന്ററിൽ മാത്രം ഇരുന്ന് ലാപ്ടോപ്പിൻ്റെ മുമ്പിൽ ഇരുന്ന് നടത്തുന്ന ആളല്ലല്ലോ. അങ്ങ് ഗ്രാമങ്ങളിലൊക്കെ പോകുന്ന ആളാണ്. അങ്ങയ്ക്ക് ഒരുപാട് പരിഷത്തുകാർ കൂടെയുണ്ട്. പിന്നെ അങ്ങയുടെ ടീം വളരെ എനിക്കറിയാവുന്ന ടീമാണ് അങ്ങയുടെ കൂടെ ഉള്ളത്. വളരെ വലിയ ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിക്കുന്നവരാണ്. അവരെ കൊണ്ട് നിങ്ങളൊരു നാരങ്ങ വെള്ളം വാങ്ങിച്ചു കുടിക്കണം മാഷേ. ഒരു തട്ടുകടയിൽ പോയിട്ട് വാങ്ങിച്ചു കുടിച്ചാൽ 10 രൂപയ്ക്കേ വാങ്ങിക്കാവൂ. മാഷ് മാത്രമേ വാങ്ങിക്കാവൂ, വേറെ ആരും വാങ്ങിക്കേണ്ട. 100 രൂപ ആയിപ്പോയാൽ വേണ്ട. 10 രൂപയുടെ ഒരു നാരങ്ങ വെള്ളം, അല്ലെങ്കിൽ 15 രൂപ. സോഡ ഇട്ടാണെങ്കിൽ 20 രൂപ വാങ്ങിക്കും, ചിലടത്ത് 25 രൂപ വാങ്ങിക്കും. ഐസ് ഇട്ട അങ്ങനെ പല റേറ്റാണ്. ഒരു 10 20 രൂപയ്ക്ക് നാരങ്ങ വെള്ളം കുടിച്ചിട്ട് ഗൂഗിൾ പേ ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കുക. അവൻ്റെ അവിടെ ഒരു സ്കാനർ വെച്ചേക്കും. ബേക്കറി പോയി നോക്കൂ. എന്തിനു പറയട്ടെ, റോഡിലിരിക്കുന്ന മത്സ്യത്തൊഴിലാളി അമ്മമാരുണ്ടല്ലോ, 70-80 വയസ്സിരിക്കുന്ന മത്സ്യത്തൊഴിലാളി അമ്മമാർക്ക് മത്സ്യം വാങ്ങിച്ചു കഴിയുമ്പോൾ അവരൊരു കാർഡ് എടുത്ത് ഇങ്ങനെ പിടിക്കും. അതിൻ്റെ പേരാണ്, നമുക്കതിൽ വഴി ഗൂഗിൾ പേ ചെയ്യാം. എത്ര മനോഹരമായിട്ടാണ് ഈ സംവിധാനം വന്നത്. അങ്ങ് അതിനെ കളിയാക്കി കുളിപ്പിച്ച് കിടത്തി. പോട്ടെ, അങ്ങൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ട് ഇതൊക്കെ പറഞ്ഞത് പുറക്കാൻ കഴിയുന്നാൽ ഇപ്പോൾ അങ്ങ് ഒരു തള്ളുമായിട്ട് വന്നിട്ടുണ്ട്. ഈ പുതിയ തള്ള് എന്തെന്ന് വെച്ചാൽ, ഈ GST കുറച്ചത് കൊണ്ട് സാധനത്തിൻ്റെ വില കുറയൂല എന്ന്. അങ്ങ് ആരാണ് എക്കണോമിക്സ് പഠിപ്പിച്ചത്? അങ്ങ് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് എക്കണോമിക്സ് പഠിച്ചത്? സാറേ, ഒരു വസ്തുവിൻ്റെ ടാക്സ് കുറഞ്ഞാൽ വില കുറയൂലേ? അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞതാ. ഞങ്ങളൊക്കെ പാവങ്ങളാണ്, എക്കണോമിക്സ് അല്ല. ഞാൻ പ്രീ ഡിഗ്രിക്ക് കുറച്ച് എക്കണോമിക്സ് പഠിക്കാനുണ്ടായിരുന്നു, നല്ല മാർക്കും ഉണ്ടായിരുന്നു. പക്ഷേ വേറെ പിന്നെ എക്കണോമിക്സ് പഠിച്ചിട്ടില്ല. എൻ്റെ സബ്ജക്റ്റ് സയൻസ് സബ്ജക്റ്റാണ്. ഞാൻ ചോദിച്ചതേ, എൻ്റെ പൊന്നുമാഷ, അതിൻ്റെ സാങ്കേതികത്വം എന്ന് പറഞ്ഞതാ. കുറയുന്നെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ ഒരുമാതിരി ഉടായ്പ വർത്താനമല്ലേ തോമസ് മാഷേ? അങ്ങ് പറയുമ്പോൾ കൃത്യം പറയണം. ഇന്ന കാരണങ്ങൾ കൊണ്ട് വില കുറയില്ല. ഒരു വസ്തുവിന് ടാക്സ് കുറച്ചാൽ ഞങ്ങൾ സാമാന്യ ജനങ്ങൾ പഠിച്ചു വച്ചിരിക്കുന്നത് വില കുറയുമെന്നാണ്. അല്ലാതെ അതിനകത്തുള്ള ഉടായ്പ ടാക്സ് ഏതെങ്കിലും കയറുന്നുണ്ടോ എന്ന്, നിഗൂഢമായ ടാക്സ് കയറുന്നുണ്ടോ കൊണ്ട് താങ്കൾ ധനമന്ത്രി ആയിരുന്നുകൊണ്ട് അറിയാൻ പറ്റും. ഞങ്ങൾക്ക് പറഞ്ഞതാ. അല്ലെങ്കിൽ ഈ പ്രസ്താവന പിൻവലിച്ച് ജനങ്ങളോട് മാപ്പ് പറയണം. ചുമ്മാ രാവിലെ എഴുതിച്ചു വന്ന് മൈക്കിൻ്റെ മുമ്പ് വന്നിട്ട് എന്തെങ്കിലും തട്ടി വിടരുത്. എൻ്റെ പൊന്നു തോമസ് ഐസക് മാഷേ, അങ്ങക്ക് ഡോക്ടറേറ്റ് ഉണ്ട്. അങ്ങ് ധനകാര്യമന്ത്രിയായിരുന്നു. എഴുതുന്ന ആളാണ്, വായിക്കുന്ന ആളാണ്, പുസ്തകം എഴുതുന്ന ആളാണ്. അങ്ങ് മഹാനാണ്. മഹാന്മാർ വിടുവായത്വം പറയരുത്.